അതോറിറ്റി ഓഫ് ഗാഡ് ഈസ് അൺമിസ്റ്റേക്കബിൾ. ദൈവത്തിൻ്റെ അധികാരം ഒരിക്കലും തെറ്റുപറ്റുന്നതല്ല. നമ്മൾ പറയുന്ന അധികാരി, എൻ്റെ മുമ്പിൽ അല്ലെ എൻ്റെ പുറകിൽ നിൽക്കുന്ന അധികാരി സർവത്തിൻ്റെ ഉടമസ്ഥനായ ദൈവമാണെന്ന് എനിക്ക് ബോധം വരുമ്പം എൻ്റെ കൗണ്ടനൻസ്, എൻ്റെ മുഖത്തിന് വ്യത്യാസം വരും, എൻ്റെ രീതിക്ക് വ്യത്യാസം വരും, എൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരും. നമ്മൾ അലയുന്നവരെ പോലെ ദിനം പ്രതി നടക്കുന്നത് കാണുമ്പോൾ ആരും അത് പറയാത്തതുകൊണ്ടാണ്. ഈ അപ്പൻ അമ്മമാരില്ലാതെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു പേടിയുണ്ട്. പേടി കാരണം ആ വീട്ടിലെ അധികാരി അവിടെ ഇല്ലാത്തതിനാൽ ആ ഒരു വാക്യത്തിനകത്ത് അവരെന്തൊക്കെയോ കയറ്റി വെക്കും. ദാറ്റ്സ് വെരി ഡേഞ്ചറസ്. അതുകൊണ്ടാണ് ദ ഫാദർ ഫിഗർ ഇൻ എ ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇപ്പം നമ്മൾ ആത്മീയ കോളത്തിൽ നോക്കിയാലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവില്ലാതെ പുത്രനില്ല, പുത്രനില്ലാതെ പരിശുദ്ധാത്മാവില്ല. ആ ഒരു ഓർഡർ മനസ്സിലാക്കിയാൽ ആരെക്കാട്ടി വലുതോ ചെറുതെന്ന് ചിന്തിക്കേണ്ട. ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ ഗോഡ് ഹാസ് മെയ്ഡ്. ആ സെയിം സ്ട്രക്ചറാണ് കുടുംബത്തിലും വരേണ്ടത്. അതാരാണ് സ്ഥാപിച്ചു കൊടുക്കേണ്ടത്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ തന്നെ അതിന് വിധേയമാകുകയാണ്. പരിശുദ്ധാത്മാവ് നന്മ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരിക്കലും പരിശുദ്ധാത്മാവ് ഞാനാ ചെയ്തതെന്ന് മുമ്പിൽ വന്ന് പറയൂല. എവറിത്തിങ് വെൻ ഹോളി സ്പിരിറ്റ് ഡസ് എക്സിക്യൂട്ട് എ വർക്ക്, ഹോളി സ്പിരിറ്റ് ഗിവ്സ് ദ ക്രെഡിറ്റ് ടു ജീസസ്. ക്രിസ്തുവിൽ ചെയ്തെടുത്തു. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന വരുമ്പോഴും ഇപ്പം നമുക്ക് പരിശുദ്ധാത്മാവാണ് ഈ ഭൂമിയിലുള്ളത്. ഗോഡ് സെഡ്, ജീസസ് സെഡ്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ പോയാലോ ഞാൻ നിങ്ങൾക്ക് കാര്യസ്ഥൻ കൗൺസലർ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. വൺ ഹൂ കൗൺസൽസ് യു. അതായത് വഴി ഇങ്ങോട്ട് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. ബട്ട് അപ്പം പരിശുദ്ധാത്മാവ് എന്ന് പറയാം, അതിലല്ല വേറൊരു വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിവിടെ തന്നെ ഇത് തുറക്കെന്നും പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. ബട്ട് ഹോളി സ്പിരിറ്റ് വിൽ ടെൽ നോ, കം ദിസ് സൈഡ്. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഭാരം വരുമ്പം, പ്രയാസം വരുമ്പോൾ നമ്മൾ സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഭാരവും പ്രയാസം വരുമ്പോൾ ഇതിൽ ഉത്തമമായ ഒരു വാതിൽ തുറക്കാൻ വേണ്ടിയാണ് എന്നൊരാൾ പറഞ്ഞു കൊടുത്താൽ അത് വലിയൊരു അനുഗ്രഹം. അതുപോലെ തന്നെ ഡിവോഴ്സ് ചെയ്യുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടും ഞാൻ പറയട്ടെ, വിവാഹ ജീവിതത്തിൽ ഡിവോഴ്സ് ചെയ്യാതെ നിൽക്കുന്നെങ്കിൽ ആ ഒരു പ്രയാസം, അതായത് ഡിവോഴ്സ് ചെയ്യാൻ വക്കത്ത് വന്നിരിക്കും, ആ ഒരു പ്രയാസം തരണം ചെയ്യുമ്പോഴാണ് വലിയൊരു റിവാർഡ് ദൈവത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അതിനു മുമ്പ് അവർ ഇട്ടേച്ച് പോകും. വസ്ത്രം മാറുന്നത് പോലെ നമ്മൾ മാറുകയാണ്. ഒരിക്കലും സ്റ്റേബിൾ അല്ലാതാകുക. യു ആർ ലൂസിങ് യുവർ ഐഡൻറ്റിറ്റി. അതൊക്കെ ആരെ പഠിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ കുടുംബങ്ങളിൽ അത് പഠിപ്പിക്കാൻ മറന്നുപോയത് ഈ സത്യങ്ങളാരും പഠിപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് ഒരു പ്രായമാകും. പക്ഷെ പ്രായമുള്ളവർ മനസ്സിലാക്കിയാൽ മൗനം വിദ്വാനുഭൂഷണം എന്ന് പറഞ്ഞാൽ അവർ മിണ്ടാതെ ഇരിക്കും. ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ് ഇല്ലേ? പഴയ കാലത്ത് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട്, എൻ്റെ വല്യപ്പച്ചനാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. എപ്പം തന്നെ ഓടിച്ചെന്നാലും നെറ്റിയിൽ ഒരു കുരിശിൻ്റെ അടയാളം ഇടുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് നമ്മളിപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്താണെങ്കിലും ദൂരം ക്രിസ്താവിൻ്റെ ഒരു രക്തം കൊണ്ട് ചിഹ്നം ഇട്ട് വെക്കും. കാരണം ദേ ആർ ഇമ്പോർട്ടൻറ്റ്. ആ ദൈവത്തിൻ്റെ അധികാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവെക്കുകയാണ്. ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണ് അല്ല. ജസ്റ്റ് റിയലൈസ് ഇറ്റ്. അപ്പം ദൈവത്തിൻ്റെ അധികാരം ഒരിക്കലും അത് അൺമിസ്റ്റേക്കബിളായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിൽക്കുകയാണ്. ഈ പാരാലിറ്റിക് മാൻ, അതായത് തളർവാദിയെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ യേശു ക്രിസ്തു പറയാണ്, നിൻ്റെ പാപത്തെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പാപം ക്ഷമിക്കുവാൻ അധികാരമുള്ള ഒരാൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. പാപം ക്ഷമിക്കാൻ യഹൂദന്മാരുടെ കൾച്ചർ അനുസരിച്ച് പാപത്തിന് ക്ഷമിക്കാൻ ദൈവത്തിനല്ലാതെ ആർക്കും ഒക്കത്തില്ല എന്ന് പറഞ്ഞും അതിനുവേണ്ടി വർഷം തോറും യാഗം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ പഴയ നിയമപ്രകാരം എന്തെല്ലാം യാഗം ചെയ്താലും പാപം മൂടുന്നതേ ഉള്ളൂ, മായ്ച്ചു പോകുന്നില്ല. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്നവൻ. പക്ഷെ പുതിയ നിയമത്തിൽ പാപം ചെയ്യാത്ത പോലെ തുടച്ചു മാറ്റുന്ന ഒരു യേശു വന്നിച്ചു, അതിൻ്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കും. യഹൂദന് പിടിക്കുന്നില്ല. ബിക്കോസ് ദേ ഹാവ് നോട്ട് സീൻ ദ അതോറിറ്റി. ഈ ക്രിസ്തുവിനെ അവർക്ക് ഏറ്റവും വെറുക്കാനുള്ള ഒരു കാര്യം, ഇവൻ അധികാരത്തോടെ സംസാരിക്കുന്നു. അധികാരം എടുക്കുമ്പോൾ അധികാരത്തോടെ സംസാരിക്കുക തന്നെയല്ല, അധികാരത്തിൽ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നു. കാറ്റിനെയും കോളിനെയും ശാന്തമാകെ എന്ന് പറഞ്ഞപ്പോൾ ശാന്തമായി. തളർവാദിയോട് നിൻ്റെ പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് സംശയം നിന്ന് ഉപയോഗിച്ച് വയ്ക്കുന്നു, ഏതാണ് പറയുന്നത് എളുപ്പം, പാപം ക്ഷമിച്ചെന്ന് പറയണോ അതോ
കിടക്ക എടുത്ത് നടക്കുക എന്ന് പറയണോ? ഏത് പറഞ്ഞാലും എനിക്കൊരുപോലെ, നിങ്ങൾക്കല്ലേ പ്രശ്നം. എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കുക. നമ്മൾ ഈ മാമൂലുകളും ചട്ടങ്ങളും പറഞ്ഞു വെച്ച് മനുഷ്യരെ കുടുക്കിലാക്കി ദൈവത്തെ കുപ്പിക്കകത്താക്കി വെച്ചേച്ച് നമ്മൾ ഉപദേശം പറഞ്ഞു കൊടുത്താൽ നമുക്ക് ബെനിഫിറ്റില്ല, അവർക്കും ബെനിഫിറ്റില്ല, ദൈവത്തിന് മഹത്വം കിട്ടുന്നില്ല. അതുകൊണ്ട് സത്യവെളിച്ചത്തിൻ്റെ ആത്മാവ് നിൽക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 1:1-3 പറയുന്നത് ദൈവം വേർഡാണ്, വചനമാണ്. 1:3 അവനിൽ ഒന്നുകൊണ്ട് വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്താണ് പറഞ്ഞത്? വചനം ദൈവമായിരുന്നു. വേദപുസ്തകത്തിലെ വചനം. അപ്പം ഇതിനെ നമ്മൾ തൊടുമ്പം ക്രിസ്തുവിനെയാണ് തൊടുന്നത്. ഈ വചനം ഭക്ഷിക്കുമ്പം ക്രിസ്തുവിനെയാണ് ഭക്ഷിക്കുന്നത്. ഈ വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പം ഐ ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. വളരെ സിമ്പിളല്ലേ? ആരുടെ മുഖത്തേക്ക് നമ്മൾ കുറേ നേരം നോക്കിയിരിക്കുന്ന അവരുടെ മുഖം പോലെ നമ്മുടേതാകും. ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണ്? ഞാൻ എപ്പോഴും നോട്ട് ചെയ്യും. പുരുഷൻ്റെ അതേ ഫീച്ചറുള്ള ഒരു സ്ത്രീ അവൻ കണ്ടുപിടിക്കും. എവിടുന്നെന്ന് അറിഞ്ഞുകൂടാ. ദാറ്റ് ഈസ് സംതിങ് ബിയോണ്ട് ദ മാൻസ് കോംപ്രിഹെൻഷൻ. നമുക്ക് മനസ്സിലാകത്തില്ല എങ്ങനെയാണ്. മിക്കവാറും കല്യാണം നടത്തുമ്പോൾ ഒരേ പേരുള്ളവരെ കിട്ടും, എങ്കിലും ശൈലി ചേർന്ന പേരുള്ളവരെ കിട്ടും. ഇതൊക്കെ എങ്ങനെയാണ് ദൈവം അറേഞ്ച് ചെയ്യുന്നത്? പിന്നെ 40-50 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവം, ഒരേ മുഖം. എന്താ? ഗോഡ് ക്രിയേറ്റഡ് ഇറ്റ് ദാറ്റ് വേ. നമ്മൾ ഈ ഡാർവിൻ തിയറിയൊക്കെ പറയുമ്പോൾ ഒന്നിൽ നിന്ന് വേറൊന്നുണ്ടായി എലിമിനേറ്റ് ചെയ്തിട്ട് ഏറ്റവും കഴിവുള്ളത് മുങ്ങി വന്നൊക്കെ അവർ പഠിപ്പിക്കും. ബട്ട് ഐ റിയലി സീ ഇറ്റ്. എവറി ക്രിയേഷൻ ഹാസ് ദ ഫിംഗർ പ്രിൻ്റ് ഓഫ് ഗാഡ്. ഇല്ലേ? ഒരു പൂവിനെ നോക്കിയാൽ അതിൽ ദൈവത്തിൻ്റെ വിത്ത് ഇല്ലേ? നമ്മൾ ഒരു അപ്പൻ്റെ അമ്മയുടെ മക്കൾ 10 ഉണ്ടെന്നിരിക്കട്ടെ, 10 ഏകദേശം ഒരേ ഫീച്ചേഴ്സ് ചിലതെങ്കിലും കാണും. തലമുറയായിട്ടുള്ള ഫീച്ചേഴ്സ് പാസ് ചെയ്യുന്നില്ലേ? ജീനിയോളജി നോക്കിക്കേ, ആദ്യം തൊട്ടുള്ള ക്യാരക്ടർ നമ്മളിപ്പോഴും കാണുന്നില്ല. അതുകൊണ്ടല്ലേ ആദ്യത്തിൻ്റെ പാപസ്വഭാവം ഇപ്പോഴും നമ്മളിൽ കിടന്ന് കളിക്കുന്നത്. അത് മാറ്റാൻ വേണ്ടി 2ാം ആദമായിട്ട് യേശു ക്രിസ്തു കടന്നു വന്നു. അപ്പോൾ കർത്താവിന് തെറ്റ് പറ്റത്തില്ല. ദൈവം പറയുന്നു, കം അണ്ടർ മൈ അതോറിറ്റി. ഹീ ഈസ് ദി ആൽഫ ആൻഡ് ദി ഒമേഗ. ഹീ ഈസ് ദ വേർഡ്. യോഹന്നാൻ 17 പറയുന്നു, ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ച പുത്രനെയും അറിയുക എന്നത് തന്നെ നിത്യജീവൻ. എന്നാണ് എഴുതി വച്ചിരിക്കുന്നു. 17:3 ഏക ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഇതിന് വല്ല പഠിത്തം വേണോ? ഇത് തിയോളജി ഒത്തിരി പഠിക്കണോ? ഒന്നുമില്ല. വളരെ സിമ്പിളല്ലേ? ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ദൈവം എഴുതി വെക്കുന്നത്? നമ്മളിത് ഡിഫിക്കൽട്ടാക്കാൻ. ഭർത്താവ് പ്രശ്നം പരിഹരിക്കുന്നതിനാണ്. ഒരമ്മയ്ക്ക് പറയാൻ ഏത് പ്രശ്നമാണെങ്കിലും അവൻ പരിഹരിച്ചോളും. നമ്മുടെയൊക്കെ സ്വഭാവത്തിന് ഞാനൊക്കെ പറയും, പക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പം വിഷമിക്കും. അത് മാറണം. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് അവർ ലൈഫ്. എന്നും പൂർണ്ണതയൊന്നും അറിഞ്ഞാലല്ല നമ്മൾ. അപ്പം ദൈവം ഒരു പുതിയ ജീവന്, ലോർഡ്സ് ബ്രത്ത് ഈസ് ഗിവൺ ടു ദി ഡെഡ് സിറ്റുവേഷൻ. അത് ഉണങ്ങിയ അസ്ഥികളായിട്ടിരിക്കുന്ന ചില സിറ്റുവേഷനിലേക്ക് ദൈവശ്വാസത്തിനെ അങ്ങോട്ട് അയക്കുകയാണ്. ബിക്കോസ് ഹി ഈസ് ദ ഒറിജിൻ ഓഫ് ക്രിയേഷൻ. അതുകൊണ്ടാണ് ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കാമോ എന്ന് ദൈവം ദൂതനോട് ചോദിക്കുന്നു. അതുപോലെ എസ്കേലിനോട് ചോദിക്കുന്നു, ഈ ഉണങ്ങിയ അസ്ഥി ജീവിക്കുമെന്ന്. ആർക്കറിയാം? തിരിച്ചു പറയുന്നു പ്രവാചകൻ. നമ്മുടെ മുമ്പിൽ ഉണങ്ങിയ അസ്ഥികൾ, തല, വാല്, കാല്, കയ്യ് എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. കൂമ്പാരം എന്നാണ്, അസ്ഥികളുടെ കൂമ്പാരം. അതുപോലെയല്ലേ മനുഷ്യർ നടക്കുന്നത്. ബട്ട് വെൻ ദ ബ്രത്ത് ഓഫ് ലോഡ്, ദൈവത്തിൻ്റെ ശ്വാസം അയപ്പിച്ചപ്പോൾ ആദ്യം അതിന്മേൽ ത്വക്ക് വെക്കുന്നു, അതിനെന്ത് ചെയ്തു, സ്കിന്ന് വെക്കുന്നു, അതിനെ ഞരമ്പ് വെക്കുന്നു, മജ്ജ വെക്കുന്നു, എല്ലാം പറയുന്നുണ്ട്. 2ാമത് ദൈവം പറഞ്ഞു വീണ്ടും പ്രവചിക്കാൻ പറഞ്ഞു. എന്നിട്ട് ദൈവത്തിൻ്റെ ശ്വാസം ഊതി കഴിഞ്ഞപ്പോൾ ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റ് നിന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? അസാധ്യമായിട്ടൊന്നുമില്ല എന്നല്ലേ പറയുന്നത്. ഈ അസാധ്യമുള്ള ദൈവത്തിനെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് മുറിക്കകത്തിരുന്ന് പ്രാപിച്ചെടുത്തു കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകാനുള്ള കൃപ നമുക്ക് കിട്ടുമ്പോഴാണ്
അത് ഒരാൾക്ക് തന്നെ ചെയ്യണമെങ്കിൽ ടേക്സ് ടൈം. പക്ഷേ 5 പേരൊന്നിച്ച് പ്രാർത്ഥിച്ചാൽ എളുപ്പമാണ്. അതല്ല 100 പേരൊന്നിച്ച് ഐക്യത കിട്ടിയാൽ അത് ഏറ്റവും എളുപ്പമാണ്. പക്ഷെ 100 പേരെ ഐക്യതയുള്ളവർ കിട്ടാൻ പ്രയാസമുള്ളതുകൊണ്ട് കർത്താവ് പറയുന്നത് 2 അതിൽ കൂടുതൽ പേര് ഒരുമനപ്പെട്ട്. ഞാൻ പല വിഷയങ്ങളും പ്രാർത്ഥന എടുക്കുമ്പോൾ ഞാൻ തന്നെ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ പറയാം നടന്നിരിക്കുന്നു. എന്നാലും എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു സംശയമാണ്, കർത്താവ് ഞാൻ നടന്നെന്ന് പറഞ്ഞാലും എനിക്കൊരു ചെറിയ സംശയം. അപ്പം കർത്താവ് എനിക്ക് ഒരാളെ കൂടെ പ്രാർത്ഥിക്കാൻ തരും. 2 പേര് പ്രാർത്ഥിക്കും. പലപ്പോഴും 2 പേരെ തരുമ്പോൾ മറ്റേ ആൾക്ക് വിഷനുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കൃപയാണ്. അപ്പോൾ അവർ പറയും കർത്താവോട്. അപ്പം എക്സാമ്പിൾ, ടിപ്പിക്കൽ എക്സാമ്പിൾ, ഇന്നലെ എൻ്റെ മോള് ന്യൂയോർക്കിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് ഫ്ലൈ ചെയ്യുന്നുണ്ട് പ്ലെയിൻ. അപ്പം പറഞ്ഞു ഹരിക്കെയിൻ ആയതുകൊണ്ട് പ്ലെയിൻ പോകത്തില്ലായിരിക്കും, എയർപോർട്ടിൽ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, ദൈവം ഉണ്ട് കൂടെ, ധൈര്യമായിട്ടിരിക്കുക. പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കൊരു സംശയമാണ്. കാരണം നമ്മൾ ദൂരെ ഇരിക്കുന്ന കുഞ്ഞിനോട് വിഷമിക്കേണ്ട, പ്ലെയിൻ പോകുമെന്ന് പറഞ്ഞു. സംശയം. എന്നാൽ തന്നെ വൈകിട്ടത്തെ പ്രെയറിൻ്റെ സ്മോൾ സെല്ല് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം വീണ്ടും വിഷയമെടുത്തപ്പം കൂടെ ഇരിക്കുന്ന ആൾ കാണുന്നുണ്ട് യേശു ക്രിസ്തു മോളുടെ സീറ്റിൻ്റെ ഇപ്പുറത്ത് ഇരിക്കുന്നതായിട്ട്. എന്നോടും പറഞ്ഞു. പക്ഷെ 2 പേര് പ്രാർത്ഥിച്ചപ്പോൾ വേറൊരാളുടെ കൃപയും കൂടെ ഒന്നിച്ചെന്നപ്പം വിശ്വാസം ഘനീഭവിച്ച്. അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് മോള് മെസ്സേജ് അയച്ചില്ല ചെന്നോ ഇല്ലയോ എന്ന്. പക്ഷേ ഞാനിവിടെ കണ്ടല്ലോ യേശു കൂടെ പോകുന്നത്. ഇല്ലേ, ഈ ദൈവം കൂടെ ഉണ്ട്. ഉറച്ച് വിശ്വസിക്കുക. കർത്താവ് പരിശുദ്ധാത്മയെ പറയണം. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ മുമ്പേ പൊക്കോളാൻ പറഞ്ഞു. കർത്താവ് പ്രാർത്ഥിക്കാൻ കയറിപ്പോയി. ഇവർ രാത്രി മുഴുവനും കുറേ നേരം ബോട്ടെ യാത്ര ചെയ്തു. കുറച്ച് കഴിയുമ്പം അലയും ബഹളവും ഒക്കെ വരാൻ, കാറ്റും കോളവും വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് പേടിയായപ്പോൾ ആരുണ്ട്, ഒരാൾ ഇതാണ്ട് വരുന്നുണ്ട്, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു വരുന്നതിനെ കൊണ്ട് ഇവരെന്തോ പറഞ്ഞത് ഭൂതമാണെന്ന്. നമ്മളും ഇതല്ലേ, ദൈവം വന്നു നിന്നാൽ നമ്മൾ ഭൂതമാണെന്ന് പറയും. ദൈവം നല്ലത് ചെയ്താലും ഭൂതമാണെന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ഒത്തിരി ഡിസേണിങ് സ്പിരിറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യണം. അതാവേ നല്ലത് നല്ലതാണെന്നും അഴുക്കഴുക്കാണെന്നും മനസ്സിലാക്കാൻ. സഹായം വരുന്നവൻ ചതിയനാണോ ചതിയനല്ലയോ? ചതിയനാണെങ്കിൽ വീടിൻ്റെ അടുപ്പിക്കരുത്. കൊണ്ടുവന്നിട്ട് കുഴിക്കാതെ വീണേച്ച് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. ടേക്ക് ഇറ്റ്. ദൈവമേ നീ മുൻപേ വേലി കെട്ടിത്തരണമേ. അത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ മേൽ കൂടുതൽ അതിശയമായിട്ട് പ്രവർത്തിക്കുന്നു. ദൈവം നമ്മുടെ കൂടെ വന്നിരിക്കുന്നു. കർത്താവ് കാറ്റിനെയും കോളിനെയും ശാസിച്ചവൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, ഭർത്താവിൻ്റെ ജീവിതത്തിലൊക്കെ വരുന്ന കാറ്റിനെയും കോളിനെയും ദൂരത്തിൽ നിന്നുകൊണ്ട് ശാസിക്കുന്നതായിട്ട് മനസ്സിലായി. ഒരു സത്യം ഞാൻ പഠിച്ചിട്ടുള്ളത് ആത്മാവിൽ, ദൈവത്തോട് ഒത്തിരി അടുത്തിരിക്കുകയെങ്കിൽ വരാൻ പോകുന്ന ആപത്ത്, പിശാചിൻ്റെ പ്ലാനുകൾ നേരത്തെ പറഞ്ഞു തരും. അത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കർത്താവെ അത് ശരിയാക്കി തിരിച്ച് പ്രാർത്ഥിക്കണം. ദുഷ്ടൻ നമ്മുടെ മക്കളെ കൊല്ലാൻ ആലോചിക്കുമ്പോൾ നമ്മൾ കർത്താവെ ദീർഘായുസ്സുകൊണ്ട് നിൻ്റെ ചിറകിൻ്റെ കീഴിൽ. 91 സങ്കീർത്തനം ഞാൻ മക്കളോട് പറയും, 91 എടുത്ത് വായിക്കുക. അവർ വായിക്കത്തില്ല. അപ്പം നമ്മളിവിടെ നിന്ന് വായിക്കുക അവർക്ക് വേണ്ടി. അവർ വായിക്കുന്നിടം വരെ നമ്മൾ വായിക്കുക. വേറെ ജോലി എന്താ? കാണാൻ പഠിച്ചാണെങ്കിൽ നടക്കുമ്പം പറയാമല്ലോ. ആത്മാവിൽ ബലപ്പെടാം. കർത്താവിൻ്റെ അതോറിറ്റിക്ക് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. അൺഡിസ്പ്യൂട്ടബിളായിട്ട് ദൈവം അധികാരിയായിട്ട് നിൽക്കുകയാണ്. അവൻ സൃഷ്ടാവാണ്. എല്ലാം സൃഷ്ടിച്ചവൻ നീയാണ്. ഭൂമിയിലുള്ള വലിയ സയൻറ്റിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ചൊക്കെ നീ അപ്പച്ചനുണ്ടാക്കി വെച്ചതിൻ്റെ ഓരോ ഭാഗം അത് വലിയ തിയറിയായിട്ടും ഡോക്ടറേറ്റ് എടുത്തായിട്ട് അവരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മനുഷ്യൻ ആകാശത്തിലും ഭൂമിയിലൊക്കെ പറക്കുന്ന പണ്ട് പറഞ്ഞത് ഇന്നൊന്നും നടക്കുന്നില്ല. ടെലിഫോണിൽ കൂടെ അവിടെ നടക്കുന്ന ഇവിടെ അറിയുന്നില്ല. സകല കാര്യം റിപ്പോർട്ട് ചെയ്ത് സ്വർഗത്തിൽ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇന്നിപ്പം എന്തെല്ലാം കമ്പ്യൂട്ടറിൽ കൂടെ നോക്കിയാൽ എന്തെല്ലാം ഞങ്ങളുടെ മൊബൈൽ നോക്കിയാൽ എന്തെല്ലാം കാര്യം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സാധിക്കുന്നു. അല്ല ഇപ്പോൾ സ്വർഗത്തിൽ ചെല്ലാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധിക്കും. കാരണം നമ്മുടെ മനസ്സ് സ്വർഗത്തിലാണ്. ഈ മനുഷ്യൻ്റെ അമിതമായ കഴിവ് ദൈവം തന്നിട്ട് ഒരു ചെറിയ മൊബൈൽ കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ പോയി സമയം കളയാതെ നിത്യനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് ആ സ്വർഗമണ്ഡലത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂടെ ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യപ്രാപ്തിയോടെ ദൈവത്തിൻ്റെ അധികാരത്തോടെ നെഹമ്യാവ് മതിൽ പണിയാൻ പോയതുപോലെ, എസ്തർ രാജാവിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെന്നതുപോലെ, ദാവീദ് കർത്താവിൻ്റെ പെട്ടകം ഒബേദാവിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് യെരൂശലേമിലേക്ക് കൊണ്ടുവന്ന പോലെ എല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ആ ദൈവം ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതിന് ഞാൻ നിന്നെ സ്തുതിക്കുന്ന പച്ച. നാഥൻ മുൻപേ പോകാതെ ഒരു കാര്യവും നടക്കത്തില്ല. ഇത്ര സമയമാണ് വേസ്റ്റ് ചെയ്യുന്നത് നിന്നെ അന്വേഷിക്കാനുള്ള ഹൃദയം ഇട്ടതാ. നാഥൻ അത് ചെയ്യുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വഴികൾ വെളിപ്പാടിൻ്റെ 3:7-8
ദാവീദിൻ്റെ താക്കോലുള്ളവൻ, സത്യത്തിൻ്റെ ആത്മാവുള്ളവൻ വിളിച്ചു പറയുകയാണ്, ഇതാ ഞാനാണ്. ഞാനൊരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനൊക്കത്തില്ല. അപ്പച്ചനൊരു വാതിൽ അടച്ചാൽ ആർക്കും അത് തുറക്കാനൊക്കത്തില്ല. God, you take double the effort to close the door than to open it. ഞങ്ങൾക്ക് വേണ്ടാത്തത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചേരാത്തത്, ഒരിക്കലും കടന്നു വരാൻ പറ്റാത്തത്, അനുയോജ്യമല്ലാത്തത് അവിടുന്ന് കൊട്ടിയടയ്ക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ല വഴിയിൽ മാത്രം കടന്നു വരട്ടെ. ഇവരെയൊക്കെ പരീക്ഷിച്ചിട്ട് ഇനി കാര്യമില്ല. പച്ച വേദപുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ഇവരെ ഇനി അടിച്ചിട്ട് കാര്യമില്ല, ഇവർ പഠിക്കത്തില്ല എന്ന്, പക്ഷേ എൻ്റെ കരുണയിലേക്ക് ഞാൻ ഇവരെ കൊണ്ടുവരും. അങ്ങനെയെങ്കിലും അപ്പച്ചൻ്റെ ആത്മാവ് അവരുടെ മേൽ പ്രവർത്തിക്കട്ടെ. അതോറിറ്റി ആരെന്ന്, അധികാരി ആരെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ ഉണർത്തി പഠിപ്പിച്ചാട്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതിന് സ്തോത്രം. ഒരധികാരി, രാജാവ് ഒരു ഓർഡർ അയക്കുമ്പം അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ജോലി ദൈവത്തിൻ്റെ ദൂതന്മാരുടെ. ഞങ്ങളിവിടെ നിന്ന് നിൻ്റെ നാമത്തിൽ പറയുമ്പം അത് ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ ആത്മാവാകാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇത്ര വിശ്വസ്തനായ ഒരു ദൈവം ഞങ്ങൾക്കുള്ളപ്പോൾ ഞങ്ങളിൽ അലസതയോ ഭയമോ ഭീതിയോ വെപ്രാളമോ വരുന്നെങ്കിൽ ക്ഷമ ചോദിക്കും. നാഥൻ മതിയായവൻ. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.